പലസ്തീനിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നാണ് ഹെബ്രോൺ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച ഇബ്രാഹിമിയ പള്ളി അവിടെയുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ മഖ്ബറകളുണ്ട്, സ്വഹാബിമാരുടെ മഖാമുകളുണ്ട്. ഈ ഒരു പുരാതന സ്ഥലം ഒരു പുതിയൊരു എമിറേറ്റ്സ് ആക്കി, ഒരു ഭരണപ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഷെയ്ഖ് ഇസ്രയേലുമായി സഹകരിക്കുക എന്നുള്ള ഞെട്ടിക്കുന്നൊരു വാർത്ത. അതായത് വാഹിദ് അൽ ജാബരി എന്ന പേരൊരു ഷെയ്ഖാണ് ഇസ്രയേലുമായിട്ട്, ജൂതരുമായി സഹകരിച്ചിട്ട് ഇതൊരു പുതിയ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ഒരു മുസ്ലിം പക്ഷ ഒരു പ്രദേശമാക്കി മാറ്റണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഈ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിൻ്റെ കീഴിലുള്ള പ്രദേശമാണ് സത്യത്തിൽ ഈ ഹെബ്രോൺ. പക്ഷേ ഹെബ്രോണ് ഇസ്രയേലിൻ്റെ നഗരം, ഇസ്രയേൽ എന്ന രാജ്യം കീഴടക്കിയത് കൊണ്ട് തന്നെ അവിടെ സത്യത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. ഭരിക്കുന്നത് ഈ പലസ്തീൻ അതോറിറ്റിയാണെന്ന് പേരിന് പറയുമെങ്കിലും അത് ഇസ്രയേലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഭരണാധികാരി എന്ന് അവകാശപ്പെട്ട് വാഹിദ് അൽ ജാബരി എന്നൊരു ഷെയ്ഖും അതിന് അനുയായികൾ അവകാശപ്പെടുന്നത് ഈ ഒരു ഹെബ്രോൺ പ്രദേശം ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മറ്റ് സ്ഥലങ്ങളൊക്കെ ഇസ്രയേലിന് എടുക്കാം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ മുസ്ലിങ്ങളെ ചതിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെ ഈ ഹെബ്രോണിലുണ്ട്. 2 ലക്ഷം പലസ്തീൻ മുസ്ലിങ്ങളാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ ജൂത കുടിയേറ്റക്കാർ അവിടെ ഉണ്ട്. ആ ഒരു സ്ഥലത്ത് ഇബ്രാഹിം നബിയുടെ പള്ളി, മറ്റേ മഖ്ബറയുണ്ട്, ഇസ്ഹാഖ് നബിയുടേതുണ്ട്, യാക്കൂബ് നബിയുടേതുണ്ട്, അവരുടെയൊക്കെ ഭാര്യമാരുടേതുണ്ട്, സാറാ ബീവിയുടേതുണ്ട്, പിന്നെ ഒരുപാട് സ്വഹാബിമാരുടേതുണ്ട്. അവിടെ ഈ ഒരു പള്ളി ഈ മുസ്ലിങ്ങളുടെ വിശുദ്ധ പള്ളിയാണ്. അവർക്ക് ജൂതർക്കും പ്രത്യേകതയുള്ള പള്ളിയാണ്, ക്രിസ്ത്യാനികളും ഏറെ പവിത്രമായി കരുതുന്നതാണ്. ഇങ്ങനെ 3 മതക്കാരുടെയും പ്രത്യേകതകളുള്ള അതിപുരാതനമായ ഒരു സിറ്റിയാണ് ഈ ഹെബ്രോൺ. 7-ാം നൂറ്റാണ്ടിലാണത് മുസ്ലിം ഭരണാധികാരികളുടെ കൈകളിൽ വന്നത്. പിന്നീട് 1187 കുരിശുയുദ്ധം നടന്നപ്പോൾ ഇത് അവരുടെ കൈകളിലായി. പിന്നീട് 1187 സലാഹുദ്ദീൻ അയ്യൂബി ഈ സ്ഥലം വീണ്ടും മോചിപ്പിക്കുന്നത്. പിന്നീട് 1948 ബ്രിട്ടീഷുകാർ ഇവിടെ കയ്യേറുകയും അതിൻ്റെ പകുതി ഭാഗം വെസ്റ്റ് ബാങ്ക്, അതായത് പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലായി. പിന്നീട് 1967 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഹെബ്രോൺ നഗരത്തെ പൂർണ്ണമായിട്ട് കൈപ്പിടിയിൽ ഒതുക്കുന്നത്. സത്യത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ ഇസ്രയേലിൻ്റെ കീഴിലുള്ള അധിനിവേശ സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ മുസ്ലിംസാണ്, പലസ്തീൻകാരാണ്. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴായിട്ട് ആട്ടി ഓടിച്ചിട്ട് ജൂത കുടിയേറ്റങ്ങൾ എമ്പാടും നടന്നിട്ടുണ്ട്. അപ്പോൾ പലസ്തീനിലെ മുസ്ലിങ്ങൾ സത്യത്തിൽ ഐക്യത്തിലല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രയേലുമായിട്ട് ഞങ്ങൾ കൈകോർക്കാം. പിന്നെ എങ്ങനെയാണ് സത്യത്തിൽ പലസ്തീൻകാർക്ക് വിജയം ഉണ്ടാവുക? അവരെന്നെ അവരുടെ കാര്യത്തിൽ ഐക്യത്തിലല്ല, ഇത്രയും ദുരിതങ്ങളുണ്ടായിട്ടും. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഹെബ്രോൺ എന്നൊരു നഗരത്തെക്കുറിച്ചും ഇബ്രാഹിം നബി സ്ഥാപിച്ച പള്ളികളെക്കുറിച്ചൊക്കെ ഇതിനു മുൻപ് കേട്ടവർ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ.